ഒരോർമ്മപ്പെടുത്തലോടുകൂടി തുടങ്ങട്ടെ. നമ്മുടെ രാജ്യത്ത് ഓരോ 8 മിനിറ്റിലും ഒരാൾ ഗർഭാശയ ക്യാൻസർ മൂലം മരിക്കുന്നു. ജീവനാണ് പ്രധാനം, ജീവിച്ചിരിക്കേണ്ടതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട ചിലതുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് ഗർഭപാത്രം അഥവാ യൂട്രസ്. ഗർഭം ധരിക്കുക, പ്രസവിക്കുക എന്നതിനേക്കാളുപരി സ്ത്രീ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളുടെയും ഉൽപാദന കേന്ദ്രവും നിയന്ത്രണ കേന്ദ്രവുമാണ് ഗർഭപാത്രം. സ്ത്രീ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണായ ഈസ്ട്രജന്റെ ഉൽപാദന കേന്ദ്രമാണ് ഗർഭപാത്രം. പക്ഷേ PCOD, PCOS തുടങ്ങിയ ഗർഭാശയ രോഗങ്ങളാൽ യൗവനം വിട്ടുമാറുന്നതിനു മുമ്പ് തന്നെ ഗർഭപാത്രം എടുത്തുമാറ്റേണ്ട അവസ്ഥയിലാണ് പല സ്ത്രീകളും. കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ വന്ധ്യതയും മറ്റു മാരക രോഗങ്ങൾക്കും കാരണമാകുന്ന PCOD അഥവാ PCOS രോഗങ്ങൾ ഉണ്ടെന്നുള്ളത് ഭയാനകമായ ഒരു സത്യമായി നിലകൊള്ളുകയാണ്. ഗർഭാശയത്തിലുണ്ടാകുന്ന കുരുക്കൾ, മുഴകൾ എന്നിവ മൂലം 40 വയസ്സ് കഴിയുമ്പോൾ യൂട്രസ് എടുത്തുകളയേണ്ട അവസ്ഥയിലാണ് ബഹുഭൂരിപക്ഷം സ്ത്രീകളിലും. യൂട്രസ് എടുത്തുകളയുമ്പോൾ ഉണ്ടാകുന്ന BP, തൈറോയിഡ്, ഡയബറ്റിസ് കൂടാതെ ഹൃദയ സംബന്ധമായ, അസ്ഥി സംബന്ധമായ, തലച്ചോർ സംബന്ധമായ ഗുരുതര രോഗങ്ങൾ എന്നിവ കണ്ടുവരുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ വന്ധ്യതയും ബുദ്ധിമാന്ദ്യവുമുള്ള കുട്ടികൾ ജനിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. നിരന്തരമായ അലർജി, ചൊറിച്ചിൽ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ, വൈറ്റ് ഡിസ്ചാർജ് തുടങ്ങിയവ ഗുരുതര മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളത് നമ്മൾക്ക് പലർക്കും അറിവില്ലാത്ത കാര്യമാണ്. ഇത്തരം ഭയാനകമായ രോഗാവസ്ഥയുടെ പിന്നിലെ കാരണക്കാരൻ അല്ലെങ്കിൽ വില്ലൻ ആരാണ്? പഠനങ്ങൾ വ്യക്തമാക്കുന്നു, കുട്ടികളും സ്ത്രീകളും ഉപയോഗിക്കുന്ന വില കുറഞ്ഞ ഗുണനിലവാരമില്ലാത്ത സാനിറ്ററി പാഡുകളാണ്. ഇന്ത്യയിൽ ലഭിക്കുന്ന സാനിറ്ററി പാഡുകളിൽ ബഹുഭൂരിപക്ഷവും വില കുറയ്ക്കുവാനായി പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ പാഡുകളിലുള്ള ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസും പെല്ലറ്റ്സും ബ്ലീച്ചസും ആണ് ഈ മാരക രോഗങ്ങളുടെ പ്രധാന കാരണക്കാർ. വില കുറഞ്ഞ പ്ലാസ്റ്റിക് പാഡുകളുടെ മേൽ ആർത്തവ സമയത്ത് ചുടുചോര വീഴുകയും പ്ലാസ്റ്റിക്കിന്റെ ഘടന മാറുകയും ഉരുകുകയും ചെയ്യുന്നു. തുടർന്ന് ക്യാൻസറിനും വന്ധ്യതയ്ക്കും മറ്റു മാരക രോഗങ്ങൾക്കും കാരണമാകുന്ന ഡയോക്സിൻ എന്ന വിഷവാതകം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ പ്ലാസ്റ്റിക് പാഡുകളിലുള്ള ബ്ലീച്ചസ്, ആർട്ടിഫിഷ്യൽ പെർഫ്യൂംസ്, പെല്ലറ്റ്സ് തുടങ്ങിയവ യൂട്രസിനകത്ത് പ്രവേശിക്കുന്നു. തുടർന്ന് ക്യാൻസർ, വന്ധ്യത, കുരുക്കൾ, ഗർഭാശയമുഴ തുടങ്ങിയ ഒട്ടനവധി മാരക രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. ഇത് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമാന്ദ്യം, ഹൃദയവൈകല്യം, ഞരമ്പ് സംബന്ധവും അസ്ഥി സംബന്ധവുമായ തകരാറുകൾ എന്നിവ സൃഷ്ടിക്കുന്നു. മാത്രമല്ല, ഈ മാരക രാസവസ്തുക്കൾ കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നു. ഇനി നമുക്ക് ഒരു വാർത്ത കാണാം. രാജ്യത്ത് സുപരിചിതമായ ബ്രാൻഡുകളുടെ സാനിറ്ററി നാപ്കിനുകൾ വന്ധ്യതയ്ക്കും ക്യാൻസറിനും വഴിവെക്കും.